വരുംകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ ഇടയുള്ള ഒരു സംഭവമാണ് ഇന്ന് ഡൽഹിയിൽ നടന്നത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അനേകം കോടി യുവാക്കളുടെ പിന്തുണ നേടിയ ഒരു പ്രസ്ഥാനം, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സ്വല്പം ഹാസ്യം കലർന്ന പേരോടുകൂടി വന്ന ഒരു പ്രസ്ഥാനം ഇന്ന് അവരുടെ ആദ്യത്തെ ശക്തിപ്രകടനം ഡൽഹിയിൽ നടത്തുകയാണ്. അതിൻ്റെ സ്ഥാപകൻ പൂനെയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി അഭിജിത്ത് ദീപ്കെ ഇന്ന് അമേരിക്കയിൽ അയാളുടെ ജോലി അവസാനിപ്പിച്ച് തിരിച്ച് വന്നിരിക്കുകയാണ്. അയാൾ ഡൽഹിയിലെത്തി ജന്തർ മന്ദറിൽ പ്രതിഷേധ പ്രകടനത്തിനുള്ള അനുമതി നേടി അവിടെ ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ CJP ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. തികച്ചും ന്യായമായ ഒരാവശ്യമാണ്. കാരണം ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു, നീറ്റ് പ്രവേശന പരീക്ഷയിൽ CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാം തന്നെ സമാനതകളില്ലാത്ത വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായും ഏറ്റെടുക്കേണ്ടത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ്. പക്ഷേ അതേസമയം അതിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഇപ്പോൾ CBSEയുടെ സെക്രട്ടറിയെയും ഒക്കെ സ്ഥാനചലനം വരുത്തിക്കൊണ്ട് ഈ മന്ത്രിയെ രക്ഷിക്കാനുള്ള നടപടികളാണ് ഇന്ന് നടക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം CJP നടത്തുന്നത്. അപ്പോൾ ധാരാളം വിദ്യാർത്ഥികളും യുവാക്കളും ജന്തർ മന്ദിറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. CJPക്ക് നവമാധ്യമങ്ങളിലൂടെ പിന്തുണ നൽകിയ 2 കോടി ജനങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് ഒരു ചോദ്യം ചോദിക്കാം. പക്ഷേ അതിന് പ്രസക്തിയൊന്നുമില്ല. കാരണം ഈ 2 കോടി ജനങ്ങൾക്കും അവിടെ എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ളത് വളരെ പകൽ പോലെ സത്യമായ ഒരു കാര്യമാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്. അവർ ഡൽഹിയിൽ നിന്ന് മാത്രമല്ല UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രയിൽ നിന്ന് വരെ അവിടെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുറച്ച് പേര് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റെപ്രസെൻറ്റേഷനാണ് കാണിക്കുന്നത്. ഇത് ഈ പ്രസ്ഥാനത്തിന് ഈ ഇന്ത്യയിലെ യുവാക്കളുടെ പിന്തുണയുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവർ വീണ്ടും പല ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വരെയാണ് ഇവർ ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുമായിരിക്കും. പക്ഷേ ഇതിനൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രൂപം ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനും മറ്റ് ഈ പ്രസ്ഥാനത്തിൽ കൂടെ നിൽക്കുന്ന ആളുകളും നമുക്ക് ഇപ്പോഴും വലിയ പരിചിതരല്ല. പക്ഷേ പല പ്രതിപക്ഷ കക്ഷികൾ CPIയിൽ നിന്ന് ആനി രാജ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, SFIയും ASFും എല്ലാം തന്നെ ഈ പ്രസ്ഥാനത്തെ പിന്തുണക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ അഭിഭാഷകരും എല്ലാം തന്നെ, അതുപോലെ തന്നെ പ്രകാശ് രാജിനെ പോലെയുള്ള സിനിമാ താരങ്ങളും എല്ലാം ഈ പ്രസ്ഥാനത്തിന് അനുകൂലമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നടക്കുന്ന അഴിമതികൾക്ക് എതിരായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്കറിയാം. ഇപ്പോൾ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ജനതാ ആന്തോളൻ, അതിൽ എല്ലാ തുറയിലുള്ള സമൂഹത്തിൻ്റെ എല്ലാ തുറയിലുള്ള ആളുകൾ അതിനകത്ത് യോജിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കുള്ള അനുഭവം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് ഇത്തരം അഴിമതികൾ തടയാൻ സാധ്യമാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നോട്ട് നിരോധനം മുതൽ ഇങ്ങോട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യത്തിനെതിരെയും ശക്തമായ ഒരു പ്രതിരോധം ഉയർത്താനോ ജനങ്ങളുടെ രോഷം ആളിക്കെത്തിക്കാനോ ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ കക്ഷികളെല്ലാം തന്നെ അവരുടെ പല ഇൻറ്റേർണലായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ബംഗാൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം വലിയ തർക്കങ്ങൾ തമ്മിൽ നടക്കുക. അതുപോലെ DMKയിലും തമിഴ്നാട്ടിലെ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം വലിയ പ്രശ്നത്തിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഈ രീതിയിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ അകത്തുള്ള പ്രശ്നങ്ങൾ തീർക്കുന്നതിനാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കോൺഗ്രസ്സിലും ഇതുപോലെ തന്നെയുള്ള വിഷയങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ കർണാടകയിൽ തന്നെ ഇപ്പോൾ തിരഞ്ഞെടുത്ത ഒരു മന്ത്രി രാജിവെച്ചു. അപ്പോൾ അവർക്ക് ഇന്ത്യയുടെ വിഷയങ്ങൾ തീർക്കാനാണ് കൂടുതൽ സമയം വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം നേരിടുന്ന വലിയ വിഷയങ്ങൾ, ഇപ്പോൾ വിലക്കയറ്റം, ഇപ്പോൾ ഇന്ധന വിലക്കയറ്റം വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇതിനെല്ലാം ഉപരിയായിട്ട് ജനങ്ങളുടെ ഒരു പ്രസ്ഥാനം ഇത്തരം വിഷയങ്ങൾക്കെതിരെ ഉയർന്നു വരേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ തന്നെ ഇന്നിപ്പോൾ നടക്കുന്ന ഈ CJPയുടെ ആദ്യത്തെ പ്രതിഷേധ റാലിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ റാലി തുടങ്ങാനിരുന്നപ്പോൾ തന്നെ
അതിനെതിരായിട്ട് മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകൾ വരികയും അവർ രാജ്യസ്നേഹവും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് നിയന്ത്രിക്കപ്പെടുകയാണ് ഉണ്ടായത്. കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ തീ ആളിക്കത്തും എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ കേന്ദ്ര സർക്കാരിന് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ആ ഒരു ശ്രമം അവിടെ തടയപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു പ്രതിഷേധക്കാർക്ക് നേരെയുള്ള അക്രമം വ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രാജ്യം മുഴുവൻ പടരുമെന്നുള്ളൊരു ഭയം കൊണ്ടാണ് നമ്മുടെ സംഘപരിവാർ ശക്തികളെ പോലീസ് തടഞ്ഞത്. ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രണയനം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാനാവില്ലെങ്കിലും ഈ രാജ്യത്ത് നടക്കുന്ന അഴിമതികൾക്കും അതുപോലെ തന്നെ ഈ വലിയ തോതിൽ നടത്തുന്ന ധ്രുവീകരണത്തിനും ഒക്കെ എതിരായിട്ട് എല്ലാ പ്രതിപക്ഷ കക്ഷികളെക്കാളും ശക്തിയോടുകൂടി ഒരു പുതിയ പ്രസ്ഥാനം ഉയർത്തു വരുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പ്രതീക്ഷ ഉണർത്തുന്ന കാര്യമാണ്. അതിൽ പങ്കാളികളാവുന്നത് പാരമ്പര്യ രാഷ്ട്രീയ കക്ഷികളുള്ളതുപോലെ പ്രായമായ ആളുകളല്ല, ഇവരെല്ലാവരും ചെറുപ്പക്കാരാണ് എന്നുള്ളതും അവരെല്ലാവരും തന്നെയും ഈ അഭ്യസ്തവിദ്യരാണെന്നുള്ളതും നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ മാറ്റം കൊണ്ടുവരാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുമെങ്കിൽ അത് വലിയൊരു നേട്ടം തന്നെയാണ്.